വന്നിടുവീൻ, യേശുപാദം ചേർന്നിടുവീൻ, പാപത്തെ വിട്ടോടിയിടുവിൻ. വരുന്നാരെയും ഒരു നാളും ഞാൻ തള്ളുകയില്ലെന്നുരച്ചു യേശു. വന്നിടുവീൻ, യേശുപാദം ചേർന്നിടുവീൻ, പാപത്തെ വിട്ടോടിടുവിൻ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അനേകർ കിടന്നുറങ്ങിയെന്നാൽ എഴുന്നേൽക്കാൻ കഴിയാതെ മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ ഭൂമിയുടെ പരപ്പിൽ ഒരു ദിവസം കൂടെ ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയം നൽകി മാനിക്കണമേ. വീണ്ടും ചില വിവിധ കോഴ്സുകളുടെ പരീക്ഷകൾ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരോട് മനസ്സറിയണമേ, കരുണ കാണിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാർന്ന ബുദ്ധിയും ആലോചനയും ഒക്കെ അപ്പച്ചൻ കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം, ഉന്നതമായ നിലവാരത്തിൽ അവർ എത്തിച്ചേരണം. അവരാഗ്രഹിച്ചത് കർത്താവ് അവർക്ക് നൽകുമാറാകണം. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണമേ. സമാധാനമായും സന്തോഷമായും ജീവിപ്പാൻ ഇടയാക്കണം. എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തവരെ നിറയ്ക്കണമേ. തന്ന കൊച്ചു മക്കളെയൊക്കെ അനുഗ്രഹിക്കണേ. ദൈവകൃപയിൽ വളർന്നു മുതിർന്നു വരുവാൻ സഹായിക്കണം. സകലവിധ ഭാരപീഠകളിൽ നിന്നും എല്ലാവരും വിടുവിക്കുമാറാകണം. ജോലി ചെയ്യുന്ന മക്കളെയൊക്കെ കർത്താവ് കാത്തുകൊള്ളണം. ആരോഗ്യത്തിലും കൃപയിലും അവരെ പരിപാലിക്കണം. നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് ഒറ്റപ്പെട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താപ്പച്ചൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കുന്നതോർത്ത് നന്ദി പറയട്ടെ കർത്താവ്. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അവർക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കാൻ പോകുന്നതോർത്ത് നന്ദി പറയുന്നു. വിവാഹപ്രായം കഴിഞ്ഞ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന തക്ക തുണയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവ് വിവാഹത്തിനായി ഒരുങ്ങുവാനുള്ള മനസ്സ് കൊടുക്കണമേ. കർത്താവെ, അവരാഗ്രഹിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായ നല്ല ഭാവി ജീവിതം ഒരുക്കി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന മക്കൾക്ക് ആ ദിവസം അനുഗ്രഹിച്ച് നൽകണമേ. വേണ്ടുന്നതെല്ലാം കരുതിയൊരുക്കി കൊടുക്കണമേ. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുവാൻ സമ്മതിക്കല്ലേ. തക്ക സമയത്ത് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കലവറ ഓരോ മക്കൾക്കും തുറന്നു കൊടുത്ത് മാനിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന നല്ല തലമുറകൾക്കായി നന്ദി പറയട്ടെ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാസം തികയോളം കൂടിയിരിക്കണം. സുഖപ്രസവം നൽകി അനുഗ്രഹിക്കാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എല്ലാറ്റിനും നന്ദി അപ്പാ, സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം അതൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. ജോലി ചെയ്യാനുള്ള കൃപയും ബലവും ആരോഗ്യം എല്ലാ മക്കൾക്കും നൽകണം. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ടപ്പാ. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന മക്കൾ, ഉപജീവനമാർഗം ആഗ്രഹിച്ച് ഹല്ലേലൂയ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വേണ്ടുന്നതെല്ലാം കഷ്ടനഷ്ടം കൂടാതെ കരുതി ഒരുക്കി കൊടുക്കണം. ഒരു ദോഷവും തട്ടാതെ പൊന്നുകരം ചാർത്ത് പിടിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം സമാധാനം അവിടുത്തെ പക്കല. കിടക്കയിലായിരിക്കുന്ന മക്കൾ, ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുന്നവരെല്ലാം ഞങ്ങൾ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പച്ചൻ്റെ സൗഖ്യം കാത്ത് കിടക്കുകയാണ്. കർത്താവെ, ആണിപ്പഴുതുള്ള കരവുമായി കടന്നു ചെല്ലണമേ. പൊന്നു സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിനും ലിവറിനും കിഡ്നിക്കും കുഴപ്പമുള്ളവരുണ്ട്. ക്യാൻസർ രോഗികളുണ്ട് കർത്താവെ. ആസ്മ രോഗികൾ, തൈറോയ്ഡ് ഉള്ളവരെ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ദൈവമേ മഞ്ഞപ്പിത്തത്തിൻ്റെ കെടുതിയിലായിരിക്കുന്നവർ, ദൈവമായ കർത്താവേ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർ, ദൈവമായ കർത്താവേ, ഉദരസംബന്ധമായ രോഗമുള്ളവരെ, ബ്ലീഡിങ് ഉള്ളവരെ എൻ്റെ അപ്പൻ്റെ കരകളിലോട്ട് കൊണ്ട് തരികയാ. ഉള്ളവരെ ഉള്ളതുപോലെ കാണുന്ന കർത്താവ് അവിടുന്ന് ആകിയാൽ
മരുന്നും വൈദ്യനും അവിടുന്ന് ആകിയാലേ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. സ്വർഗം അത് ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ക്രിയാറ്റിനും യൂറിക് ആസിഡും ഉള്ളവരുണ്ട് കർത്താവേ. എല്ലാ രോഗത്തിനും സൗഖ്യദായകനായ അപ്പച്ചൻ്റെ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യം പറയുവാനും പ്രിയ മക്കളെയൊക്കെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തൊണ്ടയുടെ വഴിയാൽ ഭാരപ്പെടുന്ന പ്രിയ സഹോദരിയെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, നിൻ്റെ മകളോട് മനസ്സറിയണമേ, കരുണ കാണിക്കണമേ, പൊന്നുകരം ചാർത്ത് പിടിച്ചോടെ അപ്പാ, വലിയൊരു വിടുതൽ കാണുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്രിമ ശ്വാസം ശ്വസിച്ചുകൊണ്ട് കിടക്കുന്ന ഞങ്ങളുടെ ഷിനോയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ മനസ്സറിയണമേ കർത്താവെ, ആരെല്ലാം മറന്നാലും നീ മറക്കാത്ത ദൈവമാ. തൻ്റെ മകനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ ശ്വാസം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചു ഓരോ പ്രിയ മക്കളെയും എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ സൗഖ്യം കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. പനിയാലും ചുമയാലും വിമിഷ്ടത്താലൊക്കെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ അപ്പാ, കരുണ തോന്നണമേ, മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. നിൻ്റെ പൊന്നു സൗഖ്യം അയച്ചിരിക്കാൻ നന്ദി പറയട്ടെ. സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. പിതാവേ, പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം അപ്പച്ചൻ കൊടുത്തേ മതിയാ. ഉറപ്പും ധൈര്യവും പ്രാപിക്കട്ടെ. മുൻപോട്ടുള്ള ജീവിതത്തെ കർത്താവ് ഒന്നും ഓർത്ത് ഭാരപ്പെടുവാൻ ഇടയാകാതെ സ്വർഗത്തിലെ കലവറ തുറന്നു കൊടുത്തു. നല്ല പിതാവായ ദൈവമേ, എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവമായ കർത്താവ്, ഇന്ന് നടക്കണം നാടക ശുശ്രൂഷയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. കുടുംബത്തെ സ്വർഗം സ്വർഗം മനസ്സറിയണം, കരുണ കാണിക്കണം, അത്ഭുതം ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ദൈവനാമം മഹത്വപ്പെടാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അപ്പച്ചൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ യാത്രകളെയും സമർപ്പിക്കുന്നു. വാഹനങ്ങളെ സമർപ്പിക്കുന്നു. വാഹനത്തിലും വഴിയിലും ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രോഗദുഃഖാതിൽ നിന്നും പകർച്ചബാധകളിൽ നിന്നും ഓരോ മക്കളെയും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരുന്ന ലക്ഷണമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കണമേ. സുശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. അനേകാര്യങ്ങൾ ഈ നാളുകളിൽ എൻ്റെ കർത്താവിലേക്ക് തിരിവാൻ തക്കണം സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനാഥരെയും വിധവകളെയും ഓർക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു പൈതങ്ങളെ സമർപ്പിക്കുന്നു. നാഥാ, അവിടുന്ന് സംരക്ഷിക്കണമേ, സഹായിക്കണമേ, സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനും ഭക്തിക്കും വേണമെന്ന് കരുതി ഒരുക്കി ഓരോ മക്കൾക്കും നൽകി മാനിച്ചാട്ട് അപ്പൻ്റെ പൊന്നു പാദപീഠത്തിൽ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും സമർപ്പിക്കുകയാണ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ കാത്തോണേപ്പാ. ഹല്ലേലൂയ. യാത്ര ചെയ്യുന്ന മക്കളെ കാത്തോണേ കർത്താവേ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.